കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള എല്ലാ പള്ളികളും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പഴയ പള്ളികൾക്ക് പേര് ജാമിയ മുഹിയുദ്ദീൻ എന്നായിരിക്കും. മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് എന്നായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്? ഇതെന്റെ വകയല്ല. ഇന്ന് കെട്ടുന്ന പള്ളികളല്ല, പഴയ ഒരു 100 കൊല്ലം പഴക്കമുള്ള നമ്മുടെ തറവാട് പള്ളികൾ, നമ്മൾ പൊളിച്ച് മാറ്റി പണിത് കളഞ്ഞ പള്ളികൾ, ആ പള്ളികളൊക്കെ ഏറ്റവും കൂടുതൽ നാമകരണം ചെയ്യപ്പെട്ടത് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് എന്നാണ്. കാരണം കേരളത്തിൽ ഇവർ പ്രചരിപ്പിച്ച ത്വരീഖത്ത് ഏറ്റവും കൂടുതൽ ഖാദിരിയ ത്വരീഖത്തായിരുന്നു. ഖാദിരിയ ത്വരീഖത്ത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ അവരിലേക്ക് ചേരുന്ന ത്വരീഖത്താണ്. മലബാർ മാനൽ വില്ലൻ ലോകൻ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാൻ ആലി മുസ്ലിയാർ, തിരൂരങ്ങാടി പള്ളിയിൽ ആലി മുസ്ലിയാരോടൊപ്പം ചേരാൻ കോഴിക്കോട്ടെ പോരാളികൾ പോകുന്ന കഥ വില്യൻ ലോകൻ, മലബാർ മാനുവൽ, അദ്ദേഹത്തിന്റെ വില്യൻ ലോകൻ എഴുതി വെക്കുന്നുണ്ട്. അതത്തെ മലബാറിന്റെ കളക്ടർ എന്താ അറിയോ? ഇന്ന് കോഴിക്കോടിനടുത്തൊരു സ്ഥലമാണ് വെസ്റ്റ് ഹിൽ, പഴയ ഭാഷയിൽ വെള്ളയിൽ എന്ന് പറയും. വെള്ളയിൽ മലയിൽ മമ്മുവിന്റെ വീട്ടിൽ നിന്ന് രാത്രി കുത്തുബിയെ തോതിയിട്ട് പുകയുന്ന സാമ്പ്രാണി ചുരുളുകൾക്കിടയിലൂടെ വാളുകൾ പരസ്പരം കൂട്ടിമുട്ടിച്ച് പോരാട്ടവീര്യം ആവാഹിച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ തിരൂരങ്ങാടിയിൽ പോയിട്ട് ആലി മുസ്ലിയാരൊപ്പം ചേർന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയത് എന്ന്. സ്വാതന്ത്ര്യ സമര സേനാനികൾ പോലും ഖാദിരിയ ത്വരീഖത്തിന്റെ കുത്തുബിയെ തോതിയിട്ടാണ് പിറ്റേന്ന് പടവട്ടാൻ പോയത് എന്ന് എഴുതി വെച്ചത് ഒരു സുന്നി മുസ്ലിയാരുടെ ചരിത്ര കൃതിയല്ല. അന്നത്തെ മലബാറിന്റെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന വില്യം ലോഗൻ, അദ്ദേഹമാണ് ഇത് എഴുതി വെക്കുന്നത്. ഒരു പാരമ്പര്യമാണ്. പിന്നീട് ലാസ്റ്റ് ഭാഗം 800-കൾക്ക് ശേഷം മമ്പറം തങ്ങന്മാര് വരുന്നു. സമരത്തിന്റെ കാലം ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നത് ഈ പറയുന്ന തങ്ങന്മാരും സൂഫികളും തന്നെയാണ്. മമ്പറം തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ജിഫ്രി കുടുംബമാണ്. ഒരു തങ്ങൾ, നമ്മളിന്ന് വലിയ നേതാക്കന്മാർ, സംസ്ഥാന നേതാവ്, അഖിലേന്ത്യാ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഏറ്റവും ലഭ്യമായതിൽ ഏറ്റവും മുന്തിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. സൗകര്യങ്ങളാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷേ 1800-കളിലെ സംസ്ഥാന നേതാവും അഖിലേന്ത്യാ നേതാവും ഒരു കൈയിൽ വാളുമായി പോകുന്ന നേതാവായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാൻ മമ്പുറം തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫസൽ പൂക്കോയ തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊരു കാലത്ത് മലബാർ മുസ്ലിങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. പിന്നീട് വഫാത്താവുന്നു, ഷഹീദാവുന്നു. കേരളീയ മുസ്ലിങ്ങൾ അതിരൂക്ഷമായൊരു അനാഥത്വത്തിലേക്ക് പോകുന്നു. നേതൃത്വമില്ല. ആലോചിച്ച് നോക്കണം. തങ്ങന്മാരില്ലാതായപ്പോ, ഞാനിത് പൂട്ടി വെക്കുന്നു, ഇത് ചരിത്രം ഇനിയും നീളും, നോക്കി വായിക്കുമ്പോ ഇനിയും നീളും, മതി, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഇത്രയും വളരെ മനോഹരമായി വന്ന കേരളത്തിന്റെ ചരിത്രം. പക്ഷെ അതിലൊരു ഘട്ടം വരുന്നത് ഈ പറയുന്ന മമ്പറം തങ്ങന്മാർ, അതേപോലെയുള്ള സൂഫികൾ, അവരില്ലാതായപ്പോ അതിശക്തമായ അനാഥത്വം ഉണ്ടാവുകയും ആ അനാഥത്വത്തിലാണ് പിന്നീട് 1920-കളിൽ മലബാർ ലഹളയ്ക്ക് ഉണ്ടാവുന്നത്. നാഥനില്ലായ്മ. ആരോട് ചെന്ന് പരാതി പറയും? വാളെടുത്തവർക്കൊക്കെ വെളിച്ചപ്പാട്. കുറെ ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാൻ, കുറെ ആളുകൾ ബ്രിട്ടീഷുകാരുടെ കൂടെ പോകാൻ. ഒരു വ്യവസ്ഥാപിതമായ നേതൃത്വം മുസ്ലിം സമൂഹത്തിന് ഇല്ലാതെ പോയപ്പോ മലബാർ ലഹള ഉണ്ടായി. മലബാർ ലഹള ഉണ്ടാവുന്ന കാലത്ത് തന്നെ ചരിത്രമാണ്. ആ സമയത്തിന് 1914-18 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മുസ്ലിം ലോകത്തെ നയിച്ചുകൊണ്ടിരുന്ന ഓട്ടോമൻ എംപയർ, തുർക്കി ഖിലാഫ തകരുന്നു. കാരണം അന്ന് തുർക്കി ജർമ്മനിക്ക് പിന്തുണ കൊടുക്കുന്നു. ജർമ്മനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ് തൊലഞ്ഞു പോകുന്നു. ജർമ്മനി തോറ്റപ്പോ സ്വാഭാവികമായി ബ്രിട്ടൻ ജയിക്കുന്നു, തുർക്കി തോക്കുന്നു. ആ സമയത്ത് തുർക്കി ഖിലാഫ, ഉസ്മാനിയ ഖിലാഫ തകരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ സിസ്റ്റങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ രീതികളെ പരിഹസിക്കുന്ന ഒരു സലഫി മനോഭാവം ഉണ്ടാവുന്ന കാലം വാസ്തവത്തിൽ അതാണ്. ബ്രിട്ടീഷുകാർ ഓട്ടോമൻ എംപയർ തകർക്കുന്നു, തുർക്കി ഖിലാഫ തകർക്കുന്നു. ആ സമയത്ത് അവിടെ ഇസ്ലാമിക് മോഡേണിസം തുർക്കിയിൽ വരുന്നു. ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുത്ബയുണ്ടാവുന്ന തുർക്കിയിലാണ്. ഈ പറയുന്ന കാലത്ത് ഓട്ടോമൻ എംപയർ തകർന്നപ്പോ ടർക്കിഷ് ഭാഷയിലേക്ക് മുസ്തഫ കമാൽ പാഷ, അദ്ദേഹം ഖുത്ബ മാറ്റാൻ വേണ്ടി പറയുന്നു. മോഡേണിസ്റ്റ് ആണ്, ഇസ്ലാമിക് മോഡേണിസ്റ്റ് ആണ്. അതിനുശേഷമാണ് കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ ഖുത്ബ വരുന്നത്. കാരണം അവിടെ പരമ്പരാഗതമായ തദ്ദേശീയമായ ട്രഡീഷണൽ ഇസ്ലാം തന്നെ തുർക്കിയിൽ ബാക്കിയായാൽ, ഓട്ടോമൻ എംപയർ ബാക്കിയായാൽ ബ്രിട്ടീഷുകാരുടെ കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ സ്പോൺസേർഡ് പെയ്ഡ് സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന സൂഫി വിരുദ്ധ, ഔലിയ വിരുദ്ധ, തസവുഫ് വിരുദ്ധ, സുന്നി വിരുദ്ധ മുസ്ലിം പൊളിറ്റിക്സ്. അത് പിന്നെ കേരളത്തിലേക്ക് വന്നു.
കേരളത്തിലേക്ക് വന്നത് മാലിക് ബിൻ ദിനാറും കൂട്ടരും വന്ന കൊടുങ്ങല്ലൂരിലേക്ക് തന്നെയാണ് കേരളത്തിൽ ആദ്യമായി സലഫി പ്രസ്ഥാനം വന്നത്. വിധി വൈപരീത്യമാണ് 1920-കളിൽ. പക്ഷേ മാലിക് ബിൻ ദിനാറും കൂട്ടരും ഇസ്ലാമിനെ ഉണ്ടാക്കിയത് പാവങ്ങൾക്കിടയിലാണ്. ഈ ഇസ്ലാം പോയത് അവിടെയുള്ള വരേണ്യർക്കിടയിലാണ്. തർക്കം ഉണ്ടാവുന്നു. ഒറ്റ വാക്കിന് പറഞ്ഞു പോയാൽ അവിടെയുള്ള മുസ്ലിം തറവാടുകൾക്കിടയിൽ, മുതലാളിമാർക്കിടയിൽ, കുലീനന്മാർക്കിടയിൽ തർക്കം ഉണ്ടാവുന്നു. ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഐക്യ സംഘം ഉണ്ടാവുന്നു. പിന്നെ 1922, 23, 24 ആകുമ്പോഴേക്കും നിഷ്പക്ഷ സംഘം ഉണ്ടാവുന്നു. അത് സുന്നി വിരുദ്ധമായ ഒരു സ്ട്രീമിലേക്ക് പോകുന്നു. 1924 കേരളത്തിൽ കോഴിക്കോട്ടുണ്ടായിരുന്ന വളരെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാർ ഈ യോഗം, അവരുടെ സമ്മേളനം ബഹിഷ്കരിക്കുന്നു. അവർ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നു. 1926 ഈ പറയുന്ന സുന്നി പണ്ഡിതന്മാരൊക്കെ കൂടിച്ചേർന്ന് ജൂൺ 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വേറൊരു ഈ സുന്നി പണ്ഡിതന്മാരുടെ സംഘടന ഉണ്ടാക്കുന്നു, പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു നാൾവഴി എന്ന് പറയുന്നത് തുർക്കി ഖിലാഫത്തിന്റെ തകർച്ച, അന്താരാഷ്ട്ര ഇസ്ലാമിന് കൊടുത്ത ആഘാതത്തിന്റെ പ്രതിഫലനം മലബാറിലും എത്തുക വഴിയായിരുന്നു. ചരിത്രമുണ്ട്. കേരളത്തിൽ മാത്രം ഇങ്ങനെ കുറെ സംഘടന ഉണ്ടായതല്ല. തുർക്കി ഖിലാഫത്ത് തകർന്നതിന്റെ ആഘാതത്തിൽ നിന്നാണ് മലബാറിലും അതിന്റെ പ്രത്യാഘാതം എന്നുള്ള നിലയിൽ സലഫി മൂവ്മെന്റ് ഒക്കെ വരുന്നത്. സലഫി മൂവ്മെന്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ പറയപ്പെട്ട സിസ്റ്റങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയത്. തുർക്കിയിൽ ടർക്കിഷിലായി ഖുത്ബ, എന്നാ പിന്നെ നമ്മുടെ മലയാളത്തിലാക്കി കൂടെ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത്. അപ്പോ ഞാൻ ആകെ പറഞ്ഞുണ്ടാക്കിയ സംഗതി ഈ കേരളത്തിന്റെ ആ പറയുന്നത് ഒരു 100 കൊല്ലം മുമ്പ് മാത്രം ഉണ്ടായ കാര്യമാണ്. അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗത്തും ഇതേപോലെയുള്ള സൂഫി വിരുദ്ധ ഇസ്ലാമിക് സിസ്റ്റങ്ങൾ ഉണ്ടായി. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതേവരെ സൂഫികളാണ്, തസവുഫിൽ അധിഷ്ഠിതമായ ഇസ്ലാമാണ് ലോക മുസ്ലിങ്ങൾക്ക് എവിടെയും വിജയം കൊടുത്തിട്ടുള്ളൂ. ഏത് കാലഘട്ടത്തിലും, പ്രവാചകന്റെ കാലം, ഖുലഫാ റാഷിദീങ്ങളുടെ കാലം, 1-ാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ എംപയർ തകരുന്നത് വരെയുള്ള കാലം, അതിനുശേഷമാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് വിമർശിക്കുകയോ ആ ഭാഗത്തേക്ക് എന്റെ ചർച്ച കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല. ഇന്നത്തെ ഈ സംഗമത്തിൽ ആ ഉദ്ദേശമില്ല. കേരളത്തിൽ ഇസ്ലാം ഉണ്ടായതാണല്ലോ നമ്മുടെ ചർച്ച. ഈ ഇസ്ലാം തദ്ദേശീയർ സ്വീകരിച്ചു, സൂഫികളുടെ ഇസ്ലാം കേരളക്കാരെ സ്വീകരിച്ചു. ആർക്കും അതിൽ പരിഭവമില്ല, പരാതിയില്ല, തെറ്റിദ്ധാരണയില്ല. ഒരു നാട്ടിൽ ഒരു മഖ്ബറ, ഒരു ദർഗ, അവിടെ ഒരു മഹാത്മാവ്, അതിനെ ചുറ്റിപ്പറ്റി വികസിക്കുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് ആ നാടിലെ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു സംസ്കാരമാണ്. ഹിന്ദുക്കൾ അതിലുണ്ട്, ക്രിസ്ത്യൻസ് അതിലുണ്ട്, ദളിതർ അതിലുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഒരു നാടിന്റെ വെളിച്ചമായി മാറുന്നതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പഞ്ചായത്തിൽ തന്നെ 12ഓളം മക്ബറകൾ, കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ. ഒറ്റ കാര്യം ഇരുന്നിട്ട് ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ പേരുകൾ അധിക പേർക്കും അറിയില്ല. ആ നാടിന്റെ പേരിലാണ് അവര് പോലും പ്രശസ്തരാവുന്നത്. കാരണം അവർ ഒരു നാടിന്റെ മുഖമായി മാറിയിരിക്കുന്നു. അവരെ നാട് ഏറ്റെടുത്തത് കൊണ്ടാണത്. മമ്പുറം തങ്ങൾ എന്നാണ് പറയുക. അദ്ദേഹത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ചരിത്രം അറിയുന്നവർക്കും ഒരുപക്ഷെ പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. മമ്പുറം തങ്ങൾ, പെരുമ്പടപ്പ് നേർച്ച, പൊന്നാനി, ഇതൊക്കെ നാടിന്റെ പേരാണ്. വെളിയങ്കോട് തങ്ങൾ, ഭീമാപ്പള്ളി ഉറൂസ്, തളങ്കര ഉറൂസ്, കുമ്പോൽ ആണ്ട് നേർച്ച, ഇതൊക്കെയാണ് വരുന്നത്. കുമ്പോൽ തങ്ങന്മാർ, ഇതേ തങ്ങന്മാർക്ക് പേരില്ലേ ഇവിടെ? അപ്പൊ ഇതേപോലെ സൂഫികൾക്കും തങ്ങന്മാർക്കും കിട്ടിയ ഒരു അവർ ആർജിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നാടിന്റെ പിന്തുണയാണ്. നാടിന്റെ പിന്തുണയാണ്. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ പേര് അപ്രസക്തമാവുകയും ആ വ്യക്തികളുടെ പേര് നാടിന്റെ പേരായി മാറുകയും ചെയ്തു. അത് വലിയൊരു വിജയമാണ്. ഇപ്പൊ വയനാട്ടിൽ പോയാൽ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ ബാവലി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ബാവലി എന്ന് പറഞ്ഞാല് കർണാടക, തമിഴ്നാടോ ഏതോ ഒന്നിന്റെ ബോർഡറാണ് വയനാട്ടിലുള്ളത്. അവിടെ വയനാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായ പ്രശസ്തമായ ഒരു നേർച്ചയാണ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാവിന്റെ പേരാണ് സയ്യിദ് ബാവ അലി. അത് മലയാളത്തിലേക്ക് ലോപിച്ചതാണ് ബാവലി. ഇന്ന് ബാവലി ഒരു വ്യക്തിയുടെ പേരല്ല, ബാവലി നാടിന്റെ പേരാണ്. പക്രന്തളം വയനാട്ടിലുള്ള വേറെ ഒരു സ്ഥലമാണ് പക്രന്തളം. അവിടെ ഒരു മക്ബറയുണ്ട്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുടെ പേരാണ് ഫഖ്റുദ്ദീൻ. കാടാണ്, പഴയകാലത്ത് ചൊരാണ്. തളം എന്ന് പറഞ്ഞാൽ ആനകൾ വന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്തിനാണ് തളം എന്ന് പറയാ. തളം കെട്ടിക്കിടക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോ പഴയ കാലത്ത് അന്നത്തെ ആളുകൾ കാൽനടയായി
താഴേക്ക് കോഴിക്കോടേക്ക് വരുമ്പോ ആനകൾ ഇവരെ ശല്യം ചെയ്യാൻ പോയാൽ ഇദ്ദേഹത്തിന്റെ മുറ്റത്ത് പോയി അഭയം തേടും. അപ്പോ യാത്രക്ക് മുമ്പേ ഇവര് പറയും, വല്ല പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഫഖ്റുദ്ദീന്റെ തളത്തിൽ പോയാൽ പോരെ, പിന്നെ അങ്ങോട്ടേക്ക് ആന വരില്ല എന്നുള്ളതാണ് കഥ. അപ്പൊ ഇന്നെന്തായി, ഫഖ്റുദ്ദീന്റെ തളം എന്നുള്ളത് ഇന്ന് നാടിന്റെ പേരായി ബോർഡിൽ അങ്ങനെ വരുന്നു, ഫക്രന്തളം ചുരം. കേരളത്തിലുണ്ടായ അത്ഭുതമാണ്. അപ്പൊ സൂഫികളെ മുസ്ലിങ്ങളല്ല വാസ്തവത്തിൽ ഏറ്റെടുത്തത്, മുസ്ലിങ്ങൾ ഏറ്റെടുത്തു, അമുസ്ലിംസ് ഏറ്റെടുത്തു, നാട് ഏറ്റെടുത്തു, രേഖ ഏറ്റെടുത്തു, ചരിത്രം ഏറ്റെടുത്തു. സൂഫികൾക്ക് മാത്രം സാധിച്ചതാണത്. ഈ സൂഫി ഇസ്ലാം കേരളത്തിൽ ഇല്ലാതായാലാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിയ വരിക, ഭീകരവാദ ആരോപണം വരിക. സൂഫികളെ കുറിച്ച് ആർക്കും പരാതി ഉണ്ടാവില്ല. കാരണം സൂഫികൾ ദുനിയാവിനെ വാങ്ങാനും വിൽക്കാനും നടക്കുന്നവരല്ല, ദുനിയാവിനെ വേണ്ട പോലെ ഉപയോഗിച്ച് ആഖിറത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നവരാണ്. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോ ഒരു കൊട്ട, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറ നിന്നുടൽക്ക് മഹത്വം പൊട്ട. കേരളത്തിലെ വലിയൊരു സൂഫി ഷുജായി മൊയ്ത് മുസ്ലിയാർ. ഈ പാട്ട് അല്ലെങ്കിൽ ഈ 4 വരി മുസ്ലിങ്ങളോട് മാത്രമാണോ സംസാരിക്കുന്നത്? കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച, തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്, അകക്കൺ തുറന്നാകെ നോക്കൊന്നു മാടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കാടാ, മുഖക്കണ്ണടക്കുൽ തുറക്കട്ട മാടാ, പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ടുകാടാ. പൊട്ടാ നീ മുൻതുള്ളി, പഴയ ഉർദിയിൽ സമാര് പറയില്ലേ, പൊട്ടാ നീ മുൻതുള്ളി, മുമ്പ് നീ നിന്റെ പിതാവിന്റെ ഒരു ശുക്ലത്തുള്ളിയായിരുന്നു. പിന്തുള്ളി പൊട്ടാ മുൻതുള്ളി, പിന്നീട് ചോരക്കട്ട. ആദ്യം ഒരു ശുക്ലകണം, പിന്നീട് ഒരു ചോരക്കട്ട, പിന്നെ കാട്ടം ചുമന്ന ഒരു കൊട്ട, പിന്നെ കാട്ടം ചുമന്നൊരു കൊട്ട. നീ പിന്നെ എന്തിനാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന അഹങ്കരിക്കുന്നതെന്നാണ് ചോദ്യം. അതാണൊരു ദർശനമായി മാറിയത്. അവിടെ പിന്നെ വൈരമില്ല, ശാസ്ത്രവമില്ല, വർഗീയതയില്ല, വംശീയതയില്ല. പെട്ടാലോ, മരണപ്പെട്ടാലോ, തീപ്പെട്ടാലോ, ചത്ത ചകമല്ലേ പൊട്ട, പിന്നെ നീ മരിക്കേണ്ടി വരും, പിന്നെ ഒരു ശവല്ലേ നീ. പറ, ആടുന്നവനെ, ഇളകുന്നവനെ, നൃത്തം ചെയ്യുന്നവളെ, ചെയ്യുന്നവനെ, ഇതൊക്കെയല്ലേ വിഷയം. തുള്ളു തന്നെ, ആർമാദിക്കു തന്നെ, ബഹളം വെക്കു തന്നെ. സ്റ്റെപ്പറിയാത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സമൂഹത്തിൽ വിലയില്ല. അവിടെയാണ് ഷുജായി മലയാളത്തോട് ചോദിച്ചത്, പറ, നീ പറടി, നിന്നുടൽക്ക് മഹത്വം, നിന്റെ ശരീരത്തിന് എന്തുണ്ട് മഹത്വം, നിന്റെ ആത്മാവിനെ മഹത്വമുള്ളൂ. ഇതാണ് സൂഫികൾ കേരളത്തോട് പറഞ്ഞത്.